മക്കളെ, മടത്തിലെ നമ്പീശന്റെ പ്രതാപിയായ പിടിയാനയും ദരിദ്രനായ ഒരു നെയ്യുറുമ്പും തമ്മിൽ പ്രണയത്തിലായ കഥ നിങ്ങക്ക് കേൾക്കണോ? ആ മുത്തശ്ശി, കേൾക്കണം കേൾക്കണം. എന്റെ ചെറുപ്പകാലത്ത് നാട്ടിൽ നടന്ന കഥയാ. മഠത്തിന്റെ പരിസരത്തിൽ നെയ്യുറുമ്പ് അലഞ്ഞു നടക്കുന്നതും ആനയോട് പ്രേമാഭ്യർത്ഥന നടത്തുന്നതും ആദ്യമായി കണ്ടത് നമ്മുടെ നാണുമേസ്തിരി ആയിരുന്നു. അവിവാഹിതനും വൃദ്ധനുമായ മേസ്തിരി തന്റെ ജീവിതകാലം മുഴുവൻ പല രീതിയിലുള്ള ഗവേഷണങ്ങൾക്കായി ചെലവഴിച്ച ആളാണ്. ഭൂതക്കണ്ണാടി പിടിപ്പിച്ച കണ്ണട വച്ച് നടക്കുന്നത് കൊണ്ട് മറ്റാർക്കും കാണാൻ കഴിയാത്ത പലതും മേസ്തിരിക്ക് കാണാൻ കഴിയായിരുന്നു. ഒരു ദിവസം അങ്ങനെയാണ് നെയ്യുറുമ്പ് മഠത്തിലേക്ക് കയറി ചെന്നത് മേസ്തിരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുഴയിലെ കുളി കഴിഞ്ഞു വന്ന പിടിയാന പനങ്കാലുകൾ തിന്നോണ്ടിരുന്ന സമയത്ത് ആനയുടെ തൊട്ടു മുന്നിൽ വന്ന് നിന്ന് നെയ്യുറുമ്പ് അങ്ങോട്ട് പ്രേമാഭ്യർത്ഥന നടത്തി. ഇത് മേസ്തിരി കണ്ടുപിടിച്ചു. ആ സമയമാണ് നമ്പീശൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത്. എന്താ മേസ്തിരി മുറ്റത്ത് തന്നെ നിൽക്കുന്നത്? അകത്തേക്കു കേറി വരിൻ. നമ്പീശൻ മേസ്തിരിയോട് പറഞ്ഞു. അപ്പോ ആനയെയും ഉറുമ്പിനെയും ശ്രദ്ധിച്ചു നിന്ന മേസ്തിരി നമ്പീശനോട് പറയാ, നമ്പീശ, പിടിയാനയും നെയ്യുറുമ്പും തമ്മിൽ ലവ് ആണല്ലോ എന്ന്. അങ്ങനെ മഠത്തിലെ സുന്ദരിയായ പിടിയാനയും ദരിദ്രരായ നെയ്യുറുമ്പും തമ്മിലുള്ള പ്രണയകഥ നാട്ടിൽ പരന്നു. വിവരമറിഞ്ഞ് നമ്പീശൻ ആകെ ദേഷ്യത്തിലായി. പാപ്പാണ് കുട്ടനാകട്ടെ ആകെ വിഷമത്തിലും. അതിന് കാരണം എന്താ അറിയോ? കുട്ടനെ രമണൻ എന്ന കഥ വായിച്ചിരുന്നു. അതുപോലെ എങ്ങാനും ആകോ എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടന് സങ്കടം വന്നത്. വാസു നമ്പീശൻ പണിക്കാരെ വിളിച്ച് മുറ്റം മുഴുവൻ തൂത്തു വരാൻ കൽപ്പിച്ചു. ഒരു ഉറുമ്പിനെ പോലും ആനയുടെ അടുത്തെന്നല്ല മുറ്റത്തെങ്ങും കണ്ടു പോകരുതെന്ന് അയാൾ ഉത്തരവിട്ടു. എന്നാ പിറ്റേന്ന് മുതൽ നമ്മുടെ പിടിയാന നിരാഹാരം തുടങ്ങി. ഉറുമ്പിനെ കെട്ടിച്ചു കൊടുക്കാതെ ഭക്ഷണം കഴിക്കൂലെന്നായി മൂപ്പത്തി. വാസു നമ്പീശനാണെങ്കിലോ ദേഷ്യം മൂത്തു. ഉറുമ്പിനോളം പോന്ന ഒരു ഉറുമ്പ് ആനയോളം പോന്ന ഒരു ആനയെ പ്രേമിക്കുന്നതിനായിരുന്നില്ല നമ്പീശന് വിരോധം. പിന്നെയോ മഠത്തിലെ വാസു നമ്പീശന്റെ ആനയെ പ്രേമിക്കുന്ന ഉറുമ്പ് ധനികനും തറവാട്ടുകാരനുമായിരുന്നു എങ്കിൽ അയാൾക്ക് പരാതി ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ദേഷ്യം വന്ന നമ്പീശൻ ആനയെയും കുട്ടൻ പാപ്പാനെയും പൊതിയെ തല്ലി. രാത്രിയായപ്പോ കുട്ടൻ പാപ്പ നാട് വിട്ടു. ആനയാണെങ്കിലോ നിരാഹാരം കിടന്ന് വയ്യാണ്ടായി. പിറ്റേ ദിവസം മേസ്തിരി താൻ കണ്ടുപിടിച്ച ഒരു മയക്കുമായി വന്നു. മേസ്തിരി തന്റെ കണ്ണടയുടെ സഹായത്താൽ ആനയുടെ അരികിൽ നിൽക്കുന്ന നെയ്യുറുമ്പിനെ കണ്ടുപിടിച്ച് മയക്ക് അതിന്റെ മുന്നിൽ പച്ചു. അപ്പോ ഉറുമ്പ് എന്താ പറഞ്ഞെന്നറിയോ? നാടും നാട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് തന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ ആനയോട് പറയുകയായിരുന്നു ഉറുമ്പ്. ഇത് കേട്ടപ്പോൾ കലി കയറിയ നമ്പീശൻ ആനയെ ചങ്ങലക്കിട്ടു. ഊണും ഉറക്കവും ഇല്ലാതെ കരയുന്ന
മഠത്തിലെ ആനയെ കണ്ട് നാട്ടുകാർക്കും സങ്കടം വന്നു. നാട്ടുകാർ നമ്പീശനെ ചോദ്യം ചെയ്തു. എന്നാൽ നമ്പീശനോ, എന്റെ ആനയാണ്, ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ ആട്ടിപ്പായിച്ചു. എന്നാൽ അന്ന് രാത്രി നമ്പീശൻ ഉറങ്ങാൻ കിടന്നപ്പോൾ നമ്മുടെ നെയ്യുറുമ്പും കൂട്ടുകാരും നമ്പീശന്റെ കട്ടിലിൽ കയറി അയാളെ ആക്രമിച്ചു. ഉറുമ്പ് കടിയേറ്റു വശം കെട്ടതോടെ പിറ്റേ ദിവസം രാവിലെ മഠത്തിലെ നമ്പീശൻ അടിയറവ് പറഞ്ഞു. പിടിയാനയുടെയും നെയ്യുറുമ്പിന്റെയും വിവാഹം ആർഭാടത്തോടെ നടന്നു. യഥാകാലം പിടിയാന ഗർഭം ധരിക്കുകയും ധാരാളം കുഴിയാനകളെ പ്രസവിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട് മക്കളെ ആനയുടെയും ഉറുമ്പിന്റെയും പ്രേമകഥ? ഇഷ്ടമായോ? ഇനി അടുത്ത കഥ മറ്റൊരു ദിവസം പറയാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.